ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, റായ്ബറേലിയിൽ എന്തായാലും രാഹുൽ ഗാന്ധി ജയിക്കില്ല. दूसरी सीट पर भी उनके सारे चेले चपाटी कह रहे थे अमेठी आएंगे, लेकिन अमेठी से भी इतना डर गए वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता. എല്ലാവരും തിരുവനന്തപുരം മേയറുടെ പുറകെ പോയതുകൊണ്ടാകാം മറ്റു ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വൈകിയത്. എന്തൊക്കെയാ നമുക്ക് ചുറ്റിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഷോ കാണിക്കാൻ പോയി വെട്ടിലായ മേയർ ഒരു ഭാഗത്ത്, മേയറെ രക്ഷിക്കാൻ പോയ ചിന്തയും റഹീമും മറ്റൊരു ഭാഗത്ത്. ഇതെല്ലാം പോരാഞ്ഞിട്ട് പുതിയൊരു ടെസ്റ്റ് പോലെ കഥയിലേക്ക് ഒരു നടിയുടെ എൻട്രിയും. എന്തായാലും മേയറുടെ കേസിൽ നടിയുടെ എൻട്രി ആദ്യം തന്നെ നമ്മുടെ KSRTC ഡ്രൈവർ യദു അങ്ങ് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്നല്ലേ, കുന്നംകുളം ഭാഗത്ത് വെച്ച് തന്നോട് വളരെ ധാർഷ്ട്യത്തോടെ പെരുമാറി ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് അസഭ്യം പറഞ്ഞു, സൈഡ് തന്നില്ല, ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നീട്ടി വലിച്ചൊരു പോസ്റ്റായിരുന്നു നടി പങ്കുവെച്ചത്. അതിനെ നേരിടാൻ യദുവിൻ്റെ ഒരു ഒറ്റ ചോദ്യം മാത്രം മതിയായിരുന്നു. അതെന്താണെന്നല്ലേ? ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത്, കുന്നംകുളം വരെ പോകില്ല തൃശ്ശൂർ വണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ? അത് എനിക്കറിയത്തില്ല. ഇവരെ ഈ പോസ്റ്റ് ചെയ്താൽ ഇപ്പൊ യൂണിയന്റെ ഇതിലൊക്കെ വന്ന് നമ്മുടെ യൂണിയന്റെ തൊഴിലാളികളെ ഇതിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെ ഫോട്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അവർ ഇത്രയും ദിവസം എന്താണ് പരാതിയും കൊണ്ട് വരാത്തത്? ഈ സമയത്ത് ഞാൻ ഇന്ന് കേസ് ഫയൽ ചെയ്യാൻ പോണെന്ന് മൊത്തത്തിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് തന്നെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പോ ഈ മെമ്മറി കാർഡ് കാണാതെ പോയില്ലേ പെട്ടെന്ന്, അതേപോലെ പുതിയ എന്തെങ്കിലും ആയിരിക്കും. ഇത് പല ആൾക്കാരും ഇനി വരും, സരിത വരും, ഇനി പല ആൾക്കാരും വരും ഇതേപോലെ, എനിക്ക് പ്രതീക്ഷയുണ്ട്. സംഭവം മനസ്സിലായില്ലേ? കുന്നംകുളം ഭാഗത്ത് വെച്ച് നടന്നു എന്നാണ് നടി പറയുന്നത്. പക്ഷെ തിരുവനന്തപുരം തൃശ്ശൂർ വണ്ടി ഓടിക്കുന്ന യദുവിന് കുന്നംകുളത്തേക്ക് പോകേണ്ട കാര്യമില്ലെന്നർത്ഥം. അതോടെ നടിയുടെ പോസ്റ്റിന്റെ ആത്മാർത്ഥത പുറത്തായി. പിന്നെ ഇനി സരിത വരാനുള്ള സാധ്യത വരെ ഉണ്ടെന്ന പഞ്ച് ഡയലോഗ് കൂടി ഇടാൻ യദു മറന്നിട്ടില്ല. പിന്നെ പഞ്ച് ഡയലോഗ് ഒക്കെ ഇട്ടിട്ട് ഒടുവിൽ വോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്ന ചിലരുണ്ട്. സംഭവം എന്താണെന്ന് ചിന്തിച്ച് നിങ്ങളുടെ തല പുണ്ണാക്കണ്ട. നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് സ്വന്തം വീട് പോലെയാണ്, അവിടവുമായി ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, സ്വന്തമാണ് എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചിട്ട് കൊട്ടും കുരവയുമായി പ്രചരണം നടത്തിയിട്ട് ഒടുവിൽ റായ്ബറേലിയിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു മത്സരമാകുമ്പോൾ ചാൻസ് ഒന്നും എടുക്കാൻ പാടില്ലല്ലോ അല്ലേ? ഈ 2 മണ്ഡലങ്ങളിലും വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് മണ്ഡലത്തിലെ രാജിവെച്ചാലും ആ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള വോട്ടർമാരോടുള്ള ഒരു അനീതിയാകും അതെന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അഥവാ ഒരു പരാജയം സംഭവിച്ചു പോയാലോ? പിന്നെ മറ്റൊരു സ്ഥലത്ത് മത്സരിക്കുന്ന കാര്യം ഇലക്ഷൻ കഴിയുന്നത് വരെ വയനാട്ടുകാരോട് മറച്ചു വെച്ചു എന്നത് എന്തിനാണെന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ഇനി ഇത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമാണെങ്കിൽ പാവം രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല കേട്ടോ. ആ തീരുമാനം പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്തതാണ്. അമേഠി റായ്ബറേലി സീറ്റുകൾ, ആ സീറ്റുകളുടെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടി സീനിയർ നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് അദ്ദേഹം അനുസരിച്ചു. പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിക്കുകയായിരുന്നു. ആഹാ, അപ്പൊ ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചതായിരുന്നു അല്ലേ? അപ്പോ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിനോടുള്ള വൈകാരിക അടുപ്പം അതിപ്പോ റായ്ബറേലിയിലേക്ക് മത്സരിച്ചാൽ കിട്ടോ? അത് മാത്രമല്ല, ആനിരാജ് ചോദിച്ചതുപോലെ 2 ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കേരളത്തിൽ ചോദ്യം ഉയർന്നാലൊന്നും ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ചോദ്യത്തിനൊന്നും ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. അതിൻ്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ യു പിയിലടക്കം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് 2ഉം വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. ആരും ടെൻഷനൊന്നും അടിക്കണ്ട, യുക്തിപരമായ തീരുമാനം തന്നെ എടുക്കുന്നുണ്ടെന്നാണ് നമ്മുടെ KCയുടെ ഒരിത്. നമ്മുടെ രാജ്യം പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും മറക്കണ്ടെന്നേ. दूसरी सीट पर भी उनके सारे चेले चपाटी कह रहे थे अमेठी आएंगे, लेकिन अमेठी से भी इतना डर गए वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता. ये लोग घूम कर सबको कहते हैं डरो मत. मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत. ആഹാ, വന്നല്ലോ വനമാല. ഒരു ഭാഗത്ത് 2 ജയിച്ചാ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ, അടുത്തടുത്താണെങ്കിലോ വയനാട്ടിൽ തോൽക്കുമെന്നുള്ളത് കൊണ്ടല്ലേ അടുത്തിടെ നോക്കി പോയതെന്നുള്ള പരിഹാസവും. അല്ല, വയനാട്ടിൽ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നല്ലോ. എന്തു പറയുന്നു സുരേന്ദ്രൻജി? എങ്ങനായിരിക്കും വയനാട്ടിലെ റിസൾട്ട്? എന്റെ വീടാണ് വയനാട് എന്നാണ് പറഞ്ഞത്.
എൻ്റെ കുടുംബമാണ് വയനാട്. ഇനിയിപ്പോ ഏത് കുടുംബത്തിലായിരിക്കും? രാഹുൽ ഗാന്ധിക്ക് ഒരു കുടുംബവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരികയാണ് ഇപ്പോൾ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, റായ്ബറേലിയിൽ എന്തായാലും രാഹുൽ ഗാന്ധി ജയിക്കില്ല. വയനാട്ടിലും ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതെ അതെ, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി എന്തായാലും ജയിക്കില്ല. വയനാട്ടിൽ സാധ്യത കുറവാ. സത്യത്തിൽ ആ പറച്ചിലിൽ തന്നെ ഒരു സാധ്യതയുണ്ടെന്നല്ലേ ഈ സുരേന്ദ്രൻജി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഞെട്ടുന്നതും പൊട്ടുന്നതും കിട്ടുന്നതും ആരൊക്കെയാണെന്നും ആർക്കൊക്കെയാണെന്നും കണ്ടു തന്നെ അറിയണം. വിശേഷങ്ങൾ ഒന്നും തീരുന്നില്ല. കാണാം ചൂടൻ വിശേഷങ്ങളുമായി ഉടനെ തന്നെ.